ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലും ചിക്കൻ കറി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് അറിയിക്കണം. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ കറി ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. അതായത് ചിക്കൻ വരട്ടി എടുക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് വേണമെങ്കിൽ ഇത്തിരിയുടെ വീണ്ടും നമുക്ക് വെള്ളം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പക്ഷെ നമ്മൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്രയും നനഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇതിന് 1 കിലോ ചിക്കൻ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യണത് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇത്തിരി മുളക് പൊടി ഒരു സ്പൂണ് ചേർക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് അടച്ച് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഇതിന് വളരെ കുറച്ച് സവാള മതി കേട്ടോ. ഞാനിവിടെ ചെറിയ 3 സവാള എടുത്തിട്ടുള്ളൂ. വലുതാണെങ്കിൽ 2 ആണെങ്കിലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത് വേഗം ഇത് പറഞ്ഞല്ലോ, നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ വേഗം ചെയ്യാം. വിരുന്നുകാർ വരുമ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. എരിവൊക്കെ അവനവനുസരിച്ച്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി ചേർക്കാറുണ്ടല്ലോ. ഇത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ തീരെ എരിവ് കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ 5-6 കഷ്ണം കുറച്ചിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ചേർത്തിട്ട് ഇനി എന്താ വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് അരഞ്ഞു പോകണ്ട, വെള്ളമൊന്നും ചേർക്കരുത്. കണ്ടോ, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ വെളുത്തുള്ളി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 8-10 പീസ്. ഇത് വലുതായതുകൊണ്ട് ഞാൻ 6-7 എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത്. അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അത് അരഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് കണ്ടോ, നല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ മിക്സ്. ഇതിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കൊരു കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിൽ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ഒരു 2-2.5 സ്പൂണ് കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ല സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ നെയ്യ് ചേർത്താലും മതി. ഇവിടെ ബട്ടർ ഉള്ളൂ, ഇവിടെ ഞാൻ ബട്ടർ ആഡ് ചെയ്യാണ്. 1 സ്പൂൺ നെയ്യോ ബട്ടർ എന്തെങ്കിലും ആഡ് ചെയ്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണിത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് മസാലപ്പൊടി ചേർക്കുന്നില്ല. സിനമണും കാർഡമും ക്ലോവ്സും ഒരു 3-4 വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ സവാള ഒരുവിധം ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ഒരുവിധം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും
കുറച്ച് കിസ്മിസുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ. അത് മധുരമൊന്നും വരില്ല കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് സോട്ട് ചെയ്യുക. ഇതാ അതൊന്നും ഒത്തിരി ഒന്നും അങ്ങോട്ട് ചുമന്നൊന്നും വരണ്ട കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മിക്സിൽ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ, നല്ല ഒത്തിരി തീ കൂടിപ്പോകരുത്, ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഈ കറി. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിൻ്റെ അറിയാമല്ലോ നമുക്ക് ചിക്കൻ്റെ വെള്ളമൊക്കെ പതുക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരിത്തിരി നേരം ഇത് ഇനി ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് 15 മിനിറ്റ് നേരം നല്ല മീഡിയം തീയിൽ കിടന്ന് വേകട്ടെ. 15 മിനിറ്റ് വെന്ത് കഴിയുമ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വിടണം കേട്ടോ. അത് നമ്മൾ ഒരു 3-4 തവണ പ്രത്യേകിച്ചും ഈ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് ഇളക്കി വിടണം. അതുപോലെ ഈ ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത്. മീഡിയം തീയിലിട്ട് അടച്ചു വെച്ച് ഒന്ന് 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. നോക്കിക്കേ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന്. എൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് അധികം സമയം വേകാനില്ല. ഇപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കറിയൊക്കെ എല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഉണ്ടോ ഈ പരുവത്തിലാണ്, അതായത് നമ്മളെ ആ മസാലയൊക്കെ ആ ചിക്കനിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കറി ഇപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇത്തിരി നാരങ്ങ നീര്, ഇതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അത് കറിയുടെ ഒരു പ്രത്യേകത. ചെറുനാരങ്ങ നീര് നമ്മൾ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മല്ലിയിലയും കൂടെ ഒന്ന് വെതിരി കൊടുത്താൽ മതി. നമ്മുടെ കറി സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കോ ചോറിനോ അപ്പത്തിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടില്ല, സബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.